നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഭർത്തൃ വീട്ടിലെ കിടപ്പുമുറിയിൽ ഭർത്താവ് മറ്റൊരു സ്ത്രീയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന കാഴ്ച ഭാര്യ നേരിൽ കാണുകയും അതിന്റെ ഫോട്ടോകളും വീഡിയോകളും എടുക്കുകയും ചെയ്ത സംഭവം അടുത്ത കാലത്തൊന്നും വേറെ എങ്ങും ഉണ്ടായിട്ടില്ല. ഇതിനു മുൻപും ഇതേ സ്ത്രീയുമായി ഭർത്താവ് അവിഹിതം പുലർത്തിയ വിവരങ്ങൾ ഭാര്യ അറിഞ്ഞതിനെ തുടർന്ന് തെളിവടക്കം പ്രതികളെ വീട്ടിലിട്ട് പിടിച്ചുവെന്നതാണ് ഉള്ളടക്കം. എന്തായാലും നിയമസഭയിൽ MLAയും മന്ത്രിയുമായി രജത ജൂബിലി പൂർത്തിയാക്കിയ KB ഗണേഷ് കുമാർ ഇനി പത്തനാപുരത്ത് പച്ചതൊടില്ല. അച്ഛൻ R ബാലകൃഷ്ണപിള്ളയുടെ പഴയ മണ്ഡലമായ കൊട്ടാരക്കരയിൽ പോയി മത്സരിച്ചാലും രക്ഷപ്പെടില്ല. 2021 തെരഞ്ഞെടുപ്പിൽ പത്തനാപുരം സീറ്റിൽ കോൺഗ്രസിലെ ജ്യോതികുമാർ ചാമക്കാലയോട് 15,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഗണേശൻ ജയിച്ചത്. മന്ത്രി ആന്റണി രാജു രാജിവെച്ചതോടുകൂടി ഗതാഗത വകുപ്പിൽ മന്ത്രിയുമായി. പെണ്ണുകേസിൽ പട്ടാപ്പകൽ ഭാര്യ കൈയോടെ പിടികൂടി ഗണേഷ് കുമാറിന് ഇനി സീറ്റ് നൽകിയാൽ LDF ആകെ നാറിക്കുളമാകും. അവിഹിത പെണ്ണുകേസിൽ ആരോപണ വിധേയനായ മുകേഷിനെ കൊല്ലത്തൊഴിവാക്കുന്ന സാഹചര്യത്തിൽ കൊട്ടാരക്കരയിൽ ഗണേഷ് കുമാറിനെ മത്സരിപ്പിക്കാൻ CPM-ന് ഉളുപ്പുണ്ട്. ഭാര്യയുമായി രമ്യതയിൽ എത്തുന്നില്ല എങ്കിൽ മന്ത്രിസ്ഥാനത്ത് നിന്ന് തെറിപ്പിക്കുമെന്ന പിണറായി വിജയന്റെ അന്ത്യശാസ്ത്രത്തിന് പിന്നാലെയാണ് കോടികൾ വാരിയെറിഞ്ഞതും ക്ഷമാപണം നടത്തിയതെന്നുമാണ് കഥകൾ പ്രചരിക്കുന്നത്. ഭാര്യ ബിന്ദു മേനോനുമായി മാസങ്ങളായി അകന്നു കഴിയുന്ന ഗണേശന് പ്രബുദ്ധതയുള്ള വോട്ടർമാർക്ക് ഇനി സാധ്യതയില്ല. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിനെതിരായ ഭാര്യയുടെ ആരോപണങ്ങൾ വിവാദമായതിനു പിന്നാലെ സംഭവം ഒത്തുതീർപ്പാക്കാൻ വേണ്ടി BJP CPM നേതാക്കളുടെ പങ്കുള്ളതായി പറയുന്നുമുണ്ട്. NSS നേതൃത്വത്തിന്റെ ഇടപെടലും ഇതിന് പിന്നിലുണ്ട് എന്നാണ് വ്യക്തം. ആദ്യ ഭാര്യ യാമിനി തങ്കച്ചിയെ അതിക്രൂരമായി പീഡിപ്പിച്ചതും അവിഹിത സന്തതിയെ ചൊല്ലി മറ്റൊരു സ്ത്രീ കളത്തിലെത്തിയതും ഒക്കെ വേറെ കഥകൾ. ഇത്രയും വലിയ അധിക്ഷേപം ഉണ്ടായപ്പോൾ താൻ 5000 കാമുകിമാരുള്ള കാമദേവനാണെന്നാണ് ഇത്രയേറെ മാനം നഷ്ടപ്പെട്ട മന്ത്രി ഗണേശൻ വീമ്പിളക്കിയത്. തെരഞ്ഞെടുപ്പിന് 2 മാസം മുമ്പ് ഇത്രയേറെ അധിക്ഷേപിക്കപ്പെട്ട മറ്റൊരു മന്ത്രി വേറെ ഉണ്ടാവില്ല. സമാനമായ പീഡനക്കേസിൽ പ്രതിയായി ജയിലിൽ കഴിഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസ് സീറ്റ് കൊടുക്കാത്ത സാഹചര്യത്തിൽ ഗണേഷ് കുമാറിന് സീറ്റ് കൊടുത്താൽ മാനം നഷ്ടപ്പെടുന്നത് CPM-നായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. LDF-ലെ ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് B-യിലെ ഏക MLAയും ഏക മന്ത്രിയും ഏക നേതാവുമാണ് ഗണേശൻ. അണികൾ എത്രയെന്നും ചോദിച്ചാൽ പെട്ടി ഓട്ടോയിൽ കയറാനുള്ള ആൾബലം എന്നതാണ് പരദൂഷകർ പറഞ്ഞു വെക്കുന്നത്. വൈകാരികതയുടെ പുറത്ത് കാര്യങ്ങൾ തുറന്നു പറഞ്ഞതാണെന്നും ഗണേഷ് കുമാർ വിളിച്ച് മാപ്പ് പറഞ്ഞിരുന്നെങ്കിൽ താൻ പ്രതികരിക്കില്ലായിരുന്നുവെന്നും ബിന്ദു മേനോൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഗണേശൻ ഇന്നലെ സഹോദരിയെ വിളിച്ചതായും ഇന്ന് തന്നെയും വിളിച്ചതായും ബിന്ദു മേനോൻ വെളിപ്പെടുത്തിയിരുന്നു. മന്ത്രി ക്ഷമാപണം നടത്തിയെന്നും തനിക്ക് പരാതിയില്ലെന്നും ബിന്ദു മേനോൻ പറയുന്നു. ഇപ്പോൾ വിവാദ സംഭവങ്ങളിൽ മന്ത്രി KB ഗണേഷ് കുമാർ മാപ്പ് പറയുകയും പ്രശ്നം ഒത്തുതീർപ്പിലേക്ക് നീങ്ങുന്നതായും ഭാര്യ ബിന്ദു മേനോൻ പറയുന്നതിന് പിന്നിൽ മറ്റുള്ളവരുടെ ഇടപെടലുണ്ട്. എന്നാൽ ഈ തിരക്കഥകൾക്കൊക്കെ പിന്നിൽ പിണറായി വിജയനും AK സെന്ററും ഒക്കെ ഇടപെട്ടിട്ടുമുണ്ട്. സദാചാരത്തിന്റെ ഈ അപസ്തോലരും പീഡിതരുടെ രക്ഷകരുമായ PK ശ്രീമതി, KK ശൈലജ, P സതീദേവി തുടങ്ങി കമ്മ്യൂണിസ്റ്റ് മഹിളാരത്നങ്ങളൊന്നും ഗണേശൻ നടത്തിയ ഈ വ്യഭിചാരത്തെക്കുറിച്ചോ ഭാര്യ എടുത്ത വീഡിയോയെക്കുറിച്ചോ ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല. എന്തായാലും അടുത്ത തെരഞ്ഞെടുപ്പിൽ കൊല്ലം ജില്ലയുടെ CPM-ന്റെ അടിപതറിക്കാൻ പോകുന്നത് MLA-മാരുടെ പെണ്ണുകേസുകളായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. മന്ത്രിയെ വാളകത്തുള്ള വീട്ടിൽ അനുചിതമായ സാഹചര്യത്തിൽ കണ്ട സംഭവം പോലീസ് ഹെൽപ്പ് ലൈനിൽ സഹായത്തോടുകൂടി ബിന്ദു നേരിട്ട വിവരം ഇക്കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. അതേസമയം നടന്നതും പുറത്തു വന്നതും വെറും കെട്ടുകഥകളാണെന്നും തന്റെ പക്കൽ തെളിവുകൾ ഉണ്ടെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. തന്നെ കാണാൻ ബന്ധുവും അവരുടെ കുട്ടിയും വന്നിരുന്നു. അവരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വന്ന് ഫോട്ടോ എടുക്കുന്നതായിരുന്നു എന്നാണ് ഗണേഷ് കുമാർ പറയുന്ന ന്യായീകരണം. കിടപ്പുമുറിയിൽ ആ സമയം ഗണേശനും കാമുകയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതിൽ തെളിവുകൾ ഉണ്ടെന്നാണ് ബിന്ദുവിന്റെ ഫോണിൽ പറയുന്നത്. ബിന്ദു മേനോൻ അടഞ്ഞ അധ്യായമാണെന്നും ഗണേഷ് കുമാർ പ്രതികരിച്ചു. ആരോപണത്തിൽ രാജിവെക്കില്ലെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. ആരൊക്കെ രാജിവെക്കണമെന്ന് പറഞ്ഞാലും അതിലൊന്നും കാര്യമില്ല. മുഖ്യമന്ത്രി തന്നെ വിളിച്ചിട്ടുമില്ല, കാണണമെന്ന് പറഞ്ഞിട്ടുമില്ല. മന്ത്രിസഭാ യോഗത്തിന് ശേഷം എല്ലാ തവണയും മുഖ്യമന്ത്രിയുമായി സംസാരിക്കാറുണ്ട്, ഇന്നും സംസാരിക്കും. താൻ പൊതുപ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കില്ല, എല്ലാ പരിപാടികളിലും പങ്കെടുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. NSS പത്തനാപുരം താലൂക്ക് യൂണിയനുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങൾക്ക് പിന്നാലെ ഭാര്യയുടെ വെളിപ്പെടുത്തലും കൂടിയായപ്പോൾ മന്ത്രി KB ഗണേഷ് കുമാർ വിവാദങ്ങളുടെ പത്മവ്യൂഹത്തിലായി. മന്ത്രിയെ ലക്ഷ്യം വെച്ചുള്ള ആരോപണങ്ങളും പ്രതിഷേധങ്ങളും തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമോ എന്ന ആശങ്കയിലാണ് LDF നേതൃത്വം. NSS താലൂക്ക് യൂണിയൻ ആസ്ഥാനത്ത് നിർമ്മാണം പൂർത്തിയായ പത്മ കഫേയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേട് ആരോപണം യൂണിയൻ പ്രസിഡന്റ് കൂടിയായ ഗണേഷ് കുമാറിനുണ്ടാക്കിയ പ്രതിച്ഛായ നഷ്ടം ചില്ലറയല്ല. 4 കോടിയോളം രൂപയുടെ ചെലവ് കണക്ക് ഗണേഷ് കുമാറിന്റെ സാന്നിധ്യത്തിൽ നടന്ന യൂണിയൻ യോഗത്തിൽ അവതരിപ്പിച്ചപ്പോൾ ഭൂരിപക്ഷം അംഗങ്ങളും പ്രതിഷേധം ഉയർത്തി. വാക്കേറ്റവും ബഹളവും നടന്ന യോഗത്തിനു ശേഷം യൂണിയൻ സെക്രട്ടറി സ്വന്തം
താല്പര്യപ്രകാരം സ്ഥലം മാറ്റം വാങ്ങി പോയതോടുകൂടി വിവാദം കരയോഗങ്ങൾ ഏറ്റുപിടിച്ചു. ഇതിനിടെ യൂണിയൻ ഭരണസമിതി അംഗം ആർ വേണുകുമാറിനെ ക്ഷേത്രമുറ്റത്ത് വെച്ച് മർദ്ദിച്ച സംഭവം പ്രശ്നം രൂക്ഷമാവുകയും ചെയ്തു. പ്രതിഷേധവുമായി കരയോഗങ്ങൾ തെരുവിലിറങ്ങുകയും യൂണിയൻ അംഗങ്ങൾ ചിലർ NSS നേതൃത്വത്തിന് രാജി സമർപ്പിക്കുകയും ചെയ്തതോടുകൂടി കടുത്ത നടപടിയെടുക്കുമെന്ന നിലയിലായി കാര്യങ്ങൾ. ഇതിനിടെയാണ് ഗണേഷ് കുമാറിനെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടെന്ന ഭാര്യയുടെ വെളിപ്പെടുത്തലും പിന്നാലെ ഗണേഷ് കുമാറിന്റെ മാപ്പും.